നമ്മുടെ UPSC നടത്തുന്ന ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, അതും ഓഫീസറൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയിൽ കയറാനും ഡിഗ്രി ഉള്ളവർക്ക് കയറാനും അതുപോലെ വനിതകൾക്കും പുരുഷന്മാർക്കും കയറാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതായത് എൻ്റർ ആവാൻ പറ്റുന്ന ഒരു അവസരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നമ്മുടെ NDA അതുപോലെ CDS എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2026 കലണ്ടറാണ്. അപ്പോൾ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട്. UPSCൻ്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ അത് NDAയും ഉണ്ട്, അതുപോലെ CDSഉം ഉണ്ട്. NDA എന്ന് പറയുമ്പോൾ മിനിമം +2 ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും കയറാവുന്നതാണ്. അതുപോലെ CDS എന്ന് പറയുമ്പോൾ ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രായപരിധിയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 മുതൽ ഏകദേശം നിങ്ങൾക്ക് 19 വരെ വയസ്സ് വരെയാണ് നമ്മുടെ NDAയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. പിന്നെ CDS എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് അക്കാഡമീസ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് സ്ട്രീം ഉണ്ട്. ആ സ്ട്രീം നോക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. 25 വയസ്സ് വരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതായത് നമ്മുടെ OT ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയാണ്. അപ്പോൾ അതിൽ വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടത്തേക്ക് നോക്കുമ്പോൾ 24 വയസ്സ് വരെയൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. CDSന് അപേക്ഷിക്കാം. ഇനി ഡിഗ്രി മതി, ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉണ്ട്, നേവി അതുപോലെ തന്നെ നമ്മുടെ എയർഫോഴ്സ് സ്ട്രീമിലേക്കെല്ലാം പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഡിഗ്രി ആണെങ്കിൽ ആർമി വിങ്ങിലേക്കെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാക്ട്ലി നമ്മുടെ NDAയിലേക്ക് നിങ്ങൾക്ക് മിനിമം +2 ആണ് നമുക്ക് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. വരാൻ പോകുന്നത് 20/5/2026 നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം CDS പോലുള്ള പോസ്റ്റ് അല്ലെങ്കിൽ NDA പോലുള്ള പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരാ, വരുന്നതിന് കുറേ മുമ്പ് അറിയുകയും അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏകദേശം 9/6/2026 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 13/9/2026 ഇതിൻ്റെ സെക്കൻഡ് ഫേസ്, അതായത് സെക്കൻഡ് NDA അതുപോലെ CDSൻ്റെ എക്സാം നടക്കുന്നത്. ഒറ്റ ദിവസമാണ് രണ്ടിൻ്റെയും പരീക്ഷ ഉണ്ടാവുക, ഒരു ദിവസമാണ് പരീക്ഷ ഉണ്ടാവുക. സോ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ആയിക്കൊള്ളുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.